ഈ ചോദിച്ചവരുടെ ഉദ്ദേശ ശുദ്ധി അത് അവർക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അതുകൊണ്ട് അതൊരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഇതില് വളരെ അഹമ്മദ് സാർ പറഞ്ഞ കാര്യം സത്യമാണ്. കാരണം ഒരു പക്ഷേ ഇൻവെസ്റ്റ് ചെയ്തവർ അല്ലെങ്കിൽ ഫണ്ട് ചെയ്തവര് പിന്നെ ഇന്നസെന്റ് ആയിരിക്കാം വലിയൊരു ശതമാനം വരെ. കാരണം അവർക്ക് അറിയുണ്ടാവും. കാരണം ഇസ്ലാമിനെ സംബന്ധിച്ച് റിലീജിയസ് കോസ് പറഞ്ഞാൽ ഇഷ്ടംപോലെ പണം വരും. അവരെ സംബന്ധിച്ച മതത്തെക്കാൾ ഉപരി മറ്റൊന്നുമില്ല. അപ്പൊ മിക്കവാറും ഇത് ഹജ്ജ് പിൽഗ്രിംസിന്റെ പേരിലോ അല്ലെങ്കിൽ ഈ കമ്പനീസ് ഫോം ചെയ്തിട്ടോ ഇൻവെസ്റ്റ്മെന്റ് കമ്പനീസോ അല്ലെങ്കിൽ ഈ ഡമ്മി ഫേംസിന്റെ പേരിലൊക്കെ ഇത് വരാം. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഡമ്മി ഫേംസിന്റെ പേരിലൊക്കെ വരാം. പിന്നെ റിയൽ എസ്റ്റേറ്റ് ഡീൽസ് വലിയൊരു അളവ് വരെ ഇവര് 2022 ഈ നിരോധിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് വരെ റിയൽ എസ്റ്റേറ്റ് ഡീലുകളിലെല്ലാം തന്നെ ഇതുപോലെ വിദേശത്ത് നിന്നുള്ള പങ്കാളിത്ത ഫണ്ടുകൾ വാങ്ങിയിരുന്നു. ഒരു പക്ഷേ ആ ഫണ്ടുകളൊന്നും ആ ഒരു പർട്ടിക്കുലർ ഏരിയ ഒന്നും ഒരു പക്ഷേ നമ്മുടെ ഗവൺമെന്റ് അല്ലെങ്കിൽ NIA ഇവരെ പറ്റി അന്വേഷണം നടത്തുമ്പോൾ അല്ലെങ്കിൽ ഇവരെ ബാൻ ചെയ്യുമ്പോൾ ആ ഏരിയാസ് ഇവർ ഒരു പക്ഷെ നോക്കിയിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അതൊക്കെ നമുക്കൊരു എന്താ പറയാ ഈ എക്സ്ട്രാ ഓർഗനൈസേഷന്റെ ലിമിറ്റിന് പുറത്തുള്ളതാണല്ലോ. ഇപ്പോ എല്ലാ സംഘടനകളും നേരത്തെ അഹമ്മദ് സാർ പറഞ്ഞ പോലെ തന്നെ കോൺഗ്രസിനും BJPക്കും RSSനും CPM ഒക്കെ വിദേശത്ത് പല പേരുകളിൽ സാംസ്കാരിക കൂട്ടായ്മകളുണ്ട്. അപ്പൊ ഈ സാംസ്കാരിക കൂട്ടായ്മകളിലൂടെയാണ് പലപ്പോഴും വലിയ തോതിൽ എല്ലാ സംഘടനകളും പണം പിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു ഈസി ആയിട്ടുള്ളൊരു ഇതെന്താന്ന് വെച്ചാൽ PFI സംബന്ധിച്ച് ഇസ്ലാമിക് കോസ് ഇസ് ഇനഫ് ടു കളക്ട് ഇനഫ് മണി. അതാണ് എന്റെ. ഇപ്പൊ ക്ലാൻഡിസ്റ്റൈൻ ആയിട്ട് പിരിക്കുന്നത് വേറെ, ഇസ്ലാമിക് കോസിന് വേണ്ടി ഇപ്പൊ ഹജ്ജ് പിൽഗ്രിമേജിന് കേരളത്തിൽ നിന്ന് ഒരു 2 ലക്ഷം പേരെ കൊണ്ടുപോകണം അവർക്ക് വേണ്ടുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ പറയാലോ തീരെ ആവതില്ലാത്ത ഹജ്ജ് പിൽഗ്രിംസിന് വേണ്ടി അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി. അള്ളാഹുവിനെ സംബന്ധിച്ച് വളരെയധികം വലിയൊരു പുണ്യപ്രവൃത്തിയാണ് ഈ ഹജ്ജിന് പോകാന്നുള്ളത്. പക്ഷെ അതിനുവേണ്ടി സഹായിക്കാനാണെന്ന് പറഞ്ഞാലോ അപ്പൊ എത്രയോ പണം വരും. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഇൻഡിവിജ്വൽസ് അറിഞ്ഞോ അറിയാതെയോ അതിൽപ്പെട്ടിരിക്കാം. പക്ഷെ അതിൽ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് ടെററിസ്റ്റ് ഓർഗനൈസേഷൻസിന് ഈ ഒരു കാര്യത്തിൽ മൊറാലിറ്റി എന്നൊരു സാധനം ഇല്ല. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട വിഷയമാണ്. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും പലിശയ്ക്ക് കൊടുക്കുന്ന ഇസ്ലാമികമല്ല, അപ്പൊ പലിശയ്ക്ക് കൊടുക്കില്ല അവർ നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, അതിന്റെ യാഥാർത്ഥ്യം അങ്ങനെയല്ല. ടെറർ ഫണ്ടിന് വേണ്ടിയിട്ട് ഏത് വിധത്തിലും കേനാപി സംസ്കൃതത്തിൽ പറഞ്ഞാല് ഏത് വിധത്തിലും എങ്ങനെയെങ്കിലും പണം സ്വരൂപിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും അവർക്കുണ്ട് മതത്തിൽ. അതിന് ഉദാഹരണം പറഞ്ഞാല് പൊതുവെ പറഞ്ഞ ലഹരി അള്ളാഹു നിഷേധിച്ച കാര്യമാണ് ലഹരി. പക്ഷെ 2022 കണ്ടെത്തിയത് പല പബ്ബുകളുടെയും പല മദ്യം വിൽക്കുന്ന മദ്യശാലകളുടെയും ഒക്കെ പേരിൽ ഇവര് അഫ്ഗാനിസ്ഥാനിലൊക്കെ പണം പിരിച്ചിട്ടുണ്ടെന്നാ പറയുന്നത് ഈ ഒരു ഇസ്ലാമിക് ടെറർ ഓർഗനൈസേഷൻസ്. പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിൽ പലിശയ്ക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞാലും ഇത് മറ്റൊരു രീതിയിൽ പലിശ വാങ്ങുന്ന രീതിയിൽ അല്ലെങ്കിൽ പലിശ ഓഫർ കൊടുക്കുന്ന ഫണ്ട്, അതായത് മുതൽ പ്രിൻസിപ്പൽ എമൗണ്ട് സ്വീകരിക്കുന്ന പരിപാടി ഇവർക്കുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇവര് എന്താ ഇങ്ങനെ പുരുഷന്മാരെ സ്വർണം ധരിക്കാൻ പാടില്ല എന്ന് ഇസ്ലാമിലൊരു പിന്നെ അലിഖിത നിയമോ ലിഖിത നിയമോ എനിക്ക് അറിഞ്ഞൂടാ. അത് ഫറലാണോ അതോ പിന്നെ സുന്നത്താണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എങ്കിലും അവർ അധികം പേര് സ്വർണം ധരിച്ച് കാണാറില്ല. പക്ഷെ അതേ സമയത്ത് അവർ സ്വർണം കഴുത്തിലിട്ടില്ലെങ്കിലും ആസനത്തിൽ കൊണ്ടുവരാൻ ഉള്ള ഒരു സ്വാതന്ത്ര്യം അവരുടെ മതം ഉപയോഗിക്കുന്നുണ്ട് പണം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇപ്പൊ സമാന്തര ഇക്കണോമിക് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക, പാരലൽ ഇക്കണോമിക് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യം അവർക്കെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഒരു രാജ്യത്തേക്ക് അനധികൃതമായി അക്കൗണ്ടഡ് മണി അല്ലാതെ ഗർഭപാത്രത്തിലും യോനിക്കുള്ളിലും ആസനത്തിനുള്ളിലും ഒക്കെ പണം കൊണ്ടുവരുമ്പോൾ ചെറിയ എമൗണ്ട്സ് നമ്മൾ വിചാരിക്കും. 100 തവണ കടത്തുമ്പോൾ ഒരു തവണയാണ് പിടിക്കപ്പെടുന്നത്. 100 തവണ ഇത് കടത്തുമ്പോൾ ഒരു തവണ പിടിക്കപ്പെടുന്നു. ഇങ്ങോട്ട് വന്ന ഗോൾഡ് ഒക്കെ എവിടെ പോയി? ഈ ഗോൾഡിന്റെ സോഴ്സ് എന്താണ്? ഈ ഗോൾഡിന്റെ ടാർഗറ്റ് കസ്റ്റമർ ആരാണ്? ഇതൊക്കെ പരിശോധിക്കാതെ നമ്മൾ ഒരുപാട് കാലം മൗഢ്യം നടിച്ചിരുന്നത് കൊണ്ടാണ് ഇപ്പൊ ഈ 13,000 അക്കൗണ്ട് എന്നൊക്കെ പറയുന്ന ഒരു അലാമിങ്, അത് തീർച്ചയായിട്ടും അലാമിങ് എമൗണ്ട് ഓഫ് മണിയാണ്. കാരണം 13,000 പേരും 1 ലക്ഷം രൂപ വെച്ചെടുത്താൽ എത്രയായി? അത് ചിന്തിക്കാൻ പറ്റാത്തൊരു എമൗണ്ട് ആണ്. അത്രയും വലിയൊരു എമൗണ്ട് ടെറർ ഫണ്ട് വരികയാണ്. പിന്നെ ഇസ്ലാമിനെ സംബന്ധിച്ച് 2% ഓഫ് ദർ ഇൻകം, അത് 2% എപ്പോഴും ഈ പറഞ്ഞ ഇസ്ലാമിക കോസിന് വേണ്ടി കൊടുക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെ യൂസഫ് അലിയെ പോലെ വലിയ പണക്കാരൻ അയാളുടെ 2% എത്രയായിരിക്കും? അയാൾ PFI കൊടുത്തു എന്നല്ല ഞാൻ പറയുന്നത്. ഇസ്ലാമിന് വേണ്ടിയിട്ട് കോസിന് വേണ്ടി അദ്ദേഹത്തോട് പോയി ചോദിച്ചാൽ അദ്ദേഹം കൊടുക്കുമല്ലോ. അദ്ദേഹത്തെ ഒരു പക്ഷെ ആ രീതിയിൽ അയാളോട് പോയിട്ട് ഞങ്ങൾ നാളെ മുതൽ ബോംബ് പൊട്ടിക്കാൻ പോകുന്നൊന്നും ആയിരിക്കും പറയുന്നുണ്ടാവുക. നമ്മുടെ നാട്ടിൽ
അതെ. നമ്മുടെ നാട്ടിൽ ഹജ്ജ് പിൽഗ്രിമേജിന് വേണ്ടിയിട്ട് ഒരുപാട് ലക്ഷക്കണക്കിന് പേര് കഷ്ടപ്പെടുന്നുണ്ട്. നമ്മളൊരു 10,000 പേരുടെ കാര്യം നമ്മൾ ഏറ്റെടുക്കുകയാണ്. യൂസഫ് അലി സാഹിബ് ഞങ്ങൾ അതിനുവേണ്ടി പണം തരുന്നത് തീർച്ചയായിട്ടും ആൾ റിലീജിയസ് അല്ല, പക്ഷേ ആയിട്ടുള്ള അവിടെ ഒരു സംശയം വിദ്യാസാഗർ, ഈ ചോദിക്കുന്നവൻ ആരാണ് എന്നുകൂടെ പരിശോധിക്കേണ്ടതല്ലേ, അല്ലേ? അല്ല, ചോദിക്കുന്ന എപ്പോഴും സൗമ്യമുഖങ്ങളായിരിക്കും. പാണക്കാട് തങ്ങളാണ് ചോദിക്കുന്നതെങ്കിൽ ഓക്കെ, നമുക്ക് ആശ്വസിക്കാം, അല്ലേ? നമുക്ക് അതിൽ കുറ്റം പറയേണ്ടതില്ല. മറിച്ച് PFIയുടെ നേതാക്കന്മാർ നേരിട്ട് ചോദിക്കുകയാണെങ്കിൽ അത് ഇത്തരം പ്രവർത്തനങ്ങൾക്കല്ല, നേരത്തെ ഇവിടെ പരാമർശിക്കപ്പെട്ട ചാരിറ്റി പ്രവർത്തനങ്ങൾക്കോ അല്ലെ ഈ ഹജ്ജ് ആക്ടിവിറ്റീസിനോ ഒന്നും അല്ല എന്ന് ആലോചിക്കാനുള്ള ഒരു കഴിവ് കൊടുക്കുന്നവർക്ക് വേണ്ടേ? അല്ല, അങ്ങനെയല്ല അനിൽജി. നമ്മളുടെ ഹിന്ദു മതം പോലെ അല്ല, അല്ലെങ്കിൽ ആ രീതിയിലല്ല അവർ ചിന്തിക്കുക. അവരെ സംബന്ധിച്ച് വളരെ വൈകാരികമായാണ് ഇസ്ലാം മതത്തെ അവർ സ്വീകരിച്ചിരിക്കുന്നത്. മതത്തിന്റെ എന്ത് കോഴ്സിനും മുടക്കം പറയാം. കാരണം എല്ലാ പണവും അള്ളാഹു കൊടുത്തതാണെന്നുള്ള ചിന്തയാണ് അവരെ നയിക്കുന്നത്. ഇപ്പൊ യൂസഫ് അലിയോട് വിട്ട് പറയുകയാണ്. അപ്പം പിന്നെ ഒരു കാര്യം അങ്ങ് പറഞ്ഞത് ശരിയാണ്, ഒരു നല്ല മുഖം വേണ്ടേ പോയി ചോദിക്കാൻ. മമ്മൂട്ടി ചോദിച്ചാൽ മതിയല്ലോ. അതെ, മമ്മൂട്ടി ഒരു പക്ഷേ ഇതിനെപ്പറ്റി അവെയർ ആയിരിക്കില്ല. മമ്മൂട്ടിയോട് ഒരു പറയുന്നത് പിന്നെ ഇത്രയും പേർക്ക് ഹജ്ജിന് പോകണമെന്നുണ്ട്, നോക്കാം, അതിനെ സഹായിക്കണം എന്ന് പറയുമ്പോൾ അയാൾ കുറച്ച് പൈസ കൊടുക്കും. പിന്നെ പറയും പോരാത്തിന് യൂസഫിനെ ഞാൻ വിളിക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറയുമായിരിക്കും ഇങ്ങനെ. അപ്പൊ ഈ ഒരു കണക്ഷൻ നമുക്ക് ചിന്തിക്കാതിനപ്പുറത്ത് 5-മോ 6-മോ ഏജന്റ് വ്യക്തിയായിരിക്കും, ഇതൊന്നും അറിയാത്ത ഒരാളായിരിക്കും പോയിട്ട് ഫണ്ട് ചോദിക്കുന്നുണ്ടാവുക. ഇപ്പൊ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കഴിഞ്ഞ ഒരു 2 ദശകങ്ങൾക്കുള്ളിൽ ഖത്തർ ഒരു വലിയ സാമ്പത്തിക ശക്തിയായി തീർന്നത് കേരളത്തിലും തമിഴ്നാട്ടിലും മറ്റുമുള്ള മിക്ക ടെററിസ്റ്റ് ഓർഗനൈസേഷൻസിനും വലിയ ആശ്വാസമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഖത്തർ വളരെയധികം റിലീജിയസ് കോസിന് വേണ്ടി പണം കാരണം ചോദിക്കാതെ കഴിഞ്ഞ ദശകങ്ങളിൽ ചെലവാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ഒരു ചർച്ചയിൽ അങ്ങോട്ട് പറഞ്ഞിരുന്നല്ലോ, ഇവിടെ ചെയ്തിരിക്കുന്നത് ഖത്തർ കേരള ഫ്രട്ടേണിറ്റി, ബഹ്റൈൻ കേരള ഫ്രട്ടേണിറ്റി, പിന്നെ ദുബായ് കേരള ഫ്രട്ടേണിറ്റി, ഇങ്ങനെ പല ഫ്രട്ടേണിറ്റി കമ്മിറ്റികൾ ഉണ്ടാക്കിയിരിക്കുകയാണ്, സാഹോദര്യ സമിതികൾ. ഈ സാഹോദര്യ സമിതികളുടെ പ്രത്യേകത എന്താ വെച്ചാൽ അവരൊരിക്കലും ഒരു SDPI എന്നോ ജമാഅത്ത് ഇസ്ലാമി എന്നോ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് എന്നൊന്നും പറയില്ല. അവർ കേരളത്തിലുള്ള ജനങ്ങൾക്ക് അവരുടെ കഷ്ടത നീക്കാൻ വേണ്ടിയിട്ട് ഖത്തറുമായി സഹകരിക്കുന്ന ഒരു സാംസ്കാരിക സമിതിയായിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെ ഉണ്ടാകുമ്പോഴുള്ള കുഴപ്പം, ഇത് നോബഡി കൻ ട്രേസ് ഇറ്റ് ബാക്ക് ടു ദ സോഴ്സ്. അതാണ് പ്രശ്നം. ഇപ്പൊ ഒരു പർട്ടിക്കുലർ ഓർഗനൈസേഷൻ ഇവർ അന്വേഷിച്ചാൽ തന്നെ ഇത് വന്ന് നിൽക്കുന്ന സോഴ്സ് എപ്പോഴും ഈ ഫ്രട്ടേണിറ്റിയുടെ കേരളത്തിലെ ഏതെങ്കിലും ചെറിയ ഓഫീസിലായിരിക്കും. ആ ഓഫീസിൽ മിക്കവാറും കോൺഗ്രസ് പ്രവർത്തകരോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരോ ആയിരിക്കും അൺഡൗട്ടഡ്ലി. അത് ഒരൊറ്റ PFI കാരൻ പോലും ഒഫീഷ്യലി പങ്കെടുക്കുകയുമില്ല. ഇതൊരു മൾട്ടി ലെയേർഡ് ആയിട്ടുള്ള, നമ്മുടെ ദേവി മഹാത്മ്യത്തിലൊക്കെ പറയുന്ന പോലെ രക്തബീജനെ പോലെയുള്ള ഒരു സംഘടനയാണ്. ഓരോ തുള്ളി ചോരയിൽ നിന്നും 1000 പേർ ഉയർത്തിയെഴുന്നേൽക്കുന്ന രക്തബീജനെ പോലെയുള്ള ആ ഒരു ഐഡിയ ആണ് ഇത്. അതായത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പിന്നെ സോഴ്സ് ഓഫ് ഇൻകം മൂടിപ്പോയാൽ പോലും ബാക്കി 1000 എണ്ണോട് തുറന്നിരിപ്പുണ്ട് എന്ന ഒരു ധൈര്യമാണ് ഈ സംഘടനകളിലൊക്കെ. ഇപ്പൊ നമ്മൾ കണ്ടിട്ടില്ലേ പലപ്പോഴും നമ്മുടെ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ കേസിൽ, അതും ഒരു ടെററിസ്റ്റ് അറ്റാക്ക് തന്നെയാണല്ലോ. ഈ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ കേസിൽ അദ്ദേഹത്തിന്റെ ഭാര്യ പോലും ഈ പ്രഷർ കാരണം മരിച്ചു പോവുകയാണ് ചെയ്തത്, ആത്മഹത്യയാണ് ചെയ്തത്. ഇങ്ങനെ ഒരു വലിയ അപകടം പിടിച്ച ഒരു അവസ്ഥ കേരളത്തിലുണ്ടായിട്ടും സാംസ്കാരിക കേരളത്തിന്റെ പ്രതികരണം ഇത്ര തണുത്തു പോകാൻ കാരണം എന്താണ്? ഇപ്പൊ ഞാനിപ്പോ ഓർക്കുകയാണ്, കോഴിക്കോട് ജില്ല കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന വർത്തമാനം എന്നൊരു ദിനപത്രം ഉണ്ടോ എന്ന് എനിക്ക് പറയാം. ഉണ്ടോ അത് ഇപ്പൊ ഉണ്ട്. വർത്തമാനം ഉണ്ട്. ആ വർത്തമാനം പത്രം നടക്കുന്ന കേരള നദുവത്തുൽ മുജാഹിദീൻ KNM. അത് മുജാഹിദീൻ 2 സ്പ്ലിറ്റ് ഉണ്ട്. അതായത് പിന്നെ നമ്മൾ പണ്ട് നായനാര് പറഞ്ഞ ഒരു പട്ടിക്കാഷ്ടം 2 കഷ്ണമായി മുറിച്ചാൽ മതി. മുജാഹിദ് 2 കഷ്ണമുണ്ട് ഇപ്പോ. ഒന്ന് കേരള നദുവത്തുൽ മുജാഹിദീനും മറ്റേത് ഒഫീഷ്യൽ സലഫി മുജാഹിദുകളുമാണ്. രണ്ടും ഒരേപോലെ വിഷമുള്ള 2 ഉഗ്ര വിഷമുള്ള ജീവികളാണ്. ആ നദുവത്തുൽ മുജാഹിദീൻ നടത്തുന്ന പത്രത്തിൽ കോഴിക്കോട് ചാലപ്പുറത്ത് നമ്മുടെയൊക്കെ വീടിന്റെ അടുത്താണ് ഈ ഒരു 3 കഷ്ണമുണ്ട്. 3 കഷ്ണമുണ്ട്, ശരിയാണ്, 3 കഷ്ണമുണ്ട്. അപ്പോ ഈ ഒരു പർട്ടിക്കുലർ ഓർഗനൈസേഷന്റെ പത്രമാണ് വർത്തമാനം. 3 ഗ്രൂപ്പുണ്ട്. 3 ഗ്രൂപ്പുണ്ട്. അപ്പൊ ഈ വർത്തമാനം പത്രത്തിന്റെ അന്നത്തെ ചീഫ് എഡിറ്റർ ആയിരുന്നത് പ്രമുഖ പ്രഭാഷകനായിരുന്ന അഴീക്കോട് മാഷാണ്. അതെ, സുകുമാർ അഴീക്കോട് മാഷും ജമാഅത്തെ ഇസ്ലാമി തമ്മിൽ എന്ത് ബന്ധമാണ്, അല്ലെങ്കിൽ മുജാഹിദോട്ട് എന്ത് ബന്ധമാണ്? അപ്പൊ മാഷെ സംബന്ധിച്ച് മാഷയുടെ സാംസ്കാരിക പ്രവർത്തനം എന്ന് പറയുന്നത് ഗാന്ധിയിൽ ഒതുങ്ങുന്നതും ഗാന്ധിയിൽ തുടങ്ങുന്നതുമാണ്. ആ ഗാന്ധി ഏതാ ഞാൻ പറയണ്ടല്ലോ, നോട്ട് കറൻസിയിലുള്ള ഗാന്ധിയാണ്. മനസ്സിലായി. അതെ. അപ്പോ ഇങ്ങനെ ഗാന്ധിയനായിരുന്ന, സമ്പൂർണ്ണ അടിമുടി ഗാന്ധിയനായിരുന്ന അഴീക്കോട് മാഷ് ഒരു പക്ഷെ ജമാഅത്തെ ഇസ്ലാമിയുടെയോ അല്ലെങ്കിൽ മുജാഹിദിന്റെ പ്രവർത്തനം നോക്കി കാണില്ല. RSS അല്ലാതിരുന്നാൽ മതി, മറ്റെന്തിലും എനിക്ക് പ്രവർത്തിക്കുക എന്ന ചിന്തയാണ് ഇവിടുത്തെ സാംസ്കാരിക നായകന്മാരെ നയിക്കുന്നത്. അതിലാണ് പക്ഷെ അതേ സമയത്ത് ഭാഷാധ്യാപകനായ അഴീക്കോട് മാഷ് ഒരിക്കൽ പോലും
ഈ പിന്നെ മാഷയുടെ കൈവെട്ടിയ കേസിനെ പറ്റി ഒരു അക്ഷരം പറഞ്ഞിട്ട് നമ്മുടെ ഓർമ്മയിലുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഷാധ്യാപകം കേരളത്തിലെ സാംസ്കാരിക, ഇപ്പം പൊന്നാനിയിലുണ്ടല്ലോ ഒരാൾ നിരന്തരം പ്രസംഗിക്കുന്ന ആലങ്കോട് ലീലാകൃഷ്ണൻ എന്തെങ്കിലും ഈ പറഞ്ഞോ ഇവിടെ നടത്തുന്ന ഈ തെമ്മാടിത്തരം, ഈ ടെററിസമാണ് ജോസഫ് മാഷ്ക്കെതിരെ നടത്തിയെന്ന് ഒരു അക്ഷരം പറഞ്ഞോ? ഇല്ല. അപ്പൊ ഈ കമ്മ്യൂണിസ്റ്റ് മേലങ്കി അണിഞ്ഞ് നടക്കുന്ന ഏതെങ്കിലും ഒരുത്തനെ കൊണ്ട് ചോദിപ്പിച്ചാൽ പോലെ ഫണ്ട് വരാൻ അവർ ചോദിക്കുകയും ചെയ്യും. അവരെ സംബന്ധിച്ച് പിന്നെ നശിപ്പിക്കപ്പെടേണ്ടുന്ന ഒരേ ഒരു പ്രസ്ഥാനം RSS മാത്രമാണ്. ബാക്കി അന്താരാഷ്ട്ര തീവ്രവാദികളാണെങ്കിലും പ്രശ്നമില്ല, ലോക്കൽ തീവ്രവാദികളാണ് അവർക്ക് പ്രശ്നമില്ല. അപ്പൊ ഈ മാഷയുടെ കൈവെട്ടിയ കേസിലെ പ്രതികൾ അവരെ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോഴും കൊണ്ടുവരുമ്പോഴും കോടതിയിൽ കൊണ്ടുപോകുമ്പോഴും ഒക്കെ അവരുടെ മുഖഭാവം അങ്ങ് ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ചിരിച്ചുകൊണ്ട് പിന്നെ ഇങ്ങനെ ഒറ്റ ചൂണ്ടുവരൽ മുകളിലേക്ക് ഉയർത്തി കാണിക്കുകയാണ്. അത് ഈ ചൂണ്ടുവരൽ മുകളിലേക്ക് ഉയർത്തി കാണിക്കുന്ന പ്രധാന കാരണം അല്ലാഹു സമദ്, അല്ലാഹു മാലിക്, അല്ലാഹു ആണ് ഏകനാഥൻ, അല്ലാഹു ആണ് രക്ഷകൻ, അല്ലാഹു ഇസ് ദ പ്രൊവൈഡർ എന്ന് കാണിക്കാൻ വേണ്ടി, ഇത് അല്ലാഹുവിന്റെ വിജയം എന്ന് കാണിക്കാനാണ് ഈ ഒരു വിരൽ ചൂണ്ടുവിരൽ മുകളിലേക്ക് ഉയർത്തി കാണിക്കുന്നത്. അപ്പൊ ഈ മുകളിലേക്ക് ഉയർത്തി കാണിച്ചുകൊണ്ട് വണ്ടിയിൽ കയറി ചിരിച്ചുകൊണ്ടാണ് കയറുന്നത്. പിന്നെ അതുപോലെ ചിരിച്ചത് കൊടിശുനി മാത്രമാണ് നമ്മുടെ ഓർമ്മയിൽ. കൊടിശുനി, കിർമാണി മനോജ്, പിന്നെ അങ്ങനെ അങ്ങനത്തെ കുറെ വിപ്ലവ പ്രവർത്തകരുടെ ചിരി മാത്രം. അതിന് കാരണം പാർട്ടി പുറകിലുണ്ട് സംരക്ഷിക്കാൻ, അതാണ് ആ ചിരി. പക്ഷെ ഇതല്ല ചിരി. ഈ ചിരി എന്താണെന്ന് വെച്ചാൽ ഈ ജോസഫ് മാഷിന്റെ കുടുംബം തകർത്ത് കളഞ്ഞല്ലോ. ഇസ്ലാമിനെതിരെ ഇനി ഒരുത്തനും ഒരു വരി പോലും എഴുതാൻ ധൈര്യം ഉണ്ടാവരുത്, ഒരു വരി പോലും പ്രസംഗിക്കാൻ ധൈര്യം ഉണ്ടാവരുത്. അവനെ മാത്രം കൊന്നാൽ പോരാ, അവന്റെ കുടുംബത്തെ നശിപ്പിച്ചിട്ടാണ് ഞങ്ങൾ സന്തോഷത്തോടു കൂടി ജയിലിലേക്ക് പോകുന്നത്. ഞങ്ങൾക്ക് അവിടെ അള്ളാഹു ഇപ്പൊ ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഈ മൂഢന്മാരുടെ വിശ്വാസം. ഞങ്ങൾക്ക് വേണ്ടുന്ന പിന്നെ ദം ബിരിയാണി തയ്യാറാക്കുകയാണ് അള്ളാഹു സ്വർഗത്തിൽ എന്നാണ് ഈ വിഡ്ഢികളുടെ മതം പഠിപ്പിക്കുന്നതും അവർ പ്രവർത്തിക്കുന്നതും. അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം, ഈ ടെറർ ഫണ്ട് എവിടെ നിന്ന്? ഇപ്പം ജോസഫ് മാഷെ വെട്ടിയതിന് ഒരു മഴു വാങ്ങാൻ വേണ്ടിയുള്ള പണം പോലും കൃത്യമായി മതപ്രാർത്ഥനയോടുകൂടി കൊടുക്കപ്പെടുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ 13,000 എന്ന കണക്കൊന്നും എന്നെ ഒട്ടും ഞെട്ടിക്കുന്നില്ല. കാരണം ഞാൻ ഇതേ ഫ്ലോറിൽ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇവർ ഒരിക്കലും അടങ്ങിയിരിക്കുന്നില്ല എന്നുള്ള കാര്യം. ഇവർ പല വിധത്തിൽ ഫണ്ട് സ്വരൂപിക്കുകയും ഇപ്പോൾ തന്നെ മറ്റേ MEC7 അതെന്തായെന്ന് പിന്നെ പറച്ചോട് മാത്രമേ അറിവുള്ള അവസ്ഥയുണ്ട്. MEC7 അവിടെ പോയി, MEC7 പ്രവർത്തിക്കുന്നുണ്ട് കേരള. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു അസുര വിഭാഗം അവർ പ്രത്യേകിച്ച് ഞാനൊരു കാര്യം പറയാം, അവർ ഒരിക്കലും വിശ്രമിക്കുന്നില്ല. അവർ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ സംഘടനകൾ ഉണ്ടാക്കി നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം നമ്മളെ അണ്ണന്മാരെന്താ ചെയ്യുന്നത്? നല്ല ചാരുകസാലിൽ കുളിച്ച് കടന്നുറങ്ങിയിട്ട് കുറി തൊട്ടിട്ട് പറയാണ് സനാതന ധർമ്മല്ലേ അതൊരിക്കലും നശിക്കൂല എന്ന് പറഞ്ഞ് കടന്നുറങ്ങുകയാണ്. എന്നുവെച്ചാൽ നമ്മൾ വളരെയധികം വിശ്രമിക്കുകയും അവർ പരിശ്രമിക്കുകയും ചെയ്യുകയാണ്. ഈ വിശ്രമത്തിന്റെ അപകടവും അവരുടെ പരിശ്രമത്തിന്റെ അപകടവും ഒന്ന് തന്നെയാണ്. നമ്മുടെ മൗനവും നമ്മുടെ വിശ്രമവും നമ്മെ കൂടുതൽ കൂടുതൽ നരകത്തിലേക്ക് തള്ളിയിടുകയാണ്, ഈ ലോകത്തെ ജീവിതത്തിലെ നരകത്തിലേക്ക്. അവരുടെ പരിശ്രമം നിരന്തരമായി ടെറർ ഫണ്ടുകൾ സ്വീകരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനിൽ ഒസാമ ബിൻ ലാദനൊക്കെ മുമ്പ് കസാഖിസ്ഥാൻ വഴിയുള്ള നുഴഞ്ഞുകയറ്റം, ആ കസാഖിസ്ഥാൻ വഴിയുള്ള നുഴഞ്ഞുകയറ്റ സമയത്ത് കസാഖിസ്ഥാന്റെ ആ ബോർഡർ, ഇപ്പൊ റഷ്യൻ ബോർഡറിൽ ഇവര് സ്ഥിരമായിട്ട് ഇസ്ലാമിക ജിഹാദി ശക്തികൾ നുഴഞ്ഞു കയറിയിട്ടാണ്, ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ടാണ് AK-47 കലാഷ്നിക്കോവ് തോക്കുകൾ മോഷ്ടിച്ചിരുന്നത്. ഇപ്പൊ മോഷണം ഇസ്ലാമികമാണോ അല്ല എന്ന് കിതാബിൽ കാണുമായിരിക്കും. പക്ഷെ പ്രവൃത്തിയിൽ എന്താണ്? അള്ളാഹുവിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ മോഷണം, വ്യഭിചാരം, കൂട്ടിക്കൊടുപ്പ്, മറ്റുള്ളവരെ ഉപദ്രവിക്കൽ, പിന്നെ പലിശയ്ക്ക് പണം കൊടുക്കൽ, ആസനത്തിൽ സ്വർണം കടത്തൽ, ഇതൊക്കെ ന്യായമായി തീരും. അപ്പൊ ജിഹാദിന് വേണ്ടി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഇസ്ലാം വിലക്കിയതാണെങ്കിൽ പോലും അത് ജിഹാദിനുള്ള ഫണ്ട് ഉണ്ടാക്കാനാണെങ്കിൽ അത് ന്യായീകരിക്കപ്പെടുകയും സ്വർഗത്തിൽ വിശേഷപ്പെട്ട ഒരു സീറ്റ് കിട്ടുകയും ചെയ്യുന്നുള്ള മൂഢവിശ്വാസമുള്ള ഒരു ജനതയെ തിരുത്തുക അസാധ്യമാണ്. തുരത്തുക എന്നുള്ളത് മാത്രമേ പോകാൻ വഴിയുള്ളൂ. അതിന് ഞാൻ ഒരു കാര്യം കൂടി പറയാം. അഫ്ഗാനിസ്ഥാനിൽ ഇവര് ഇങ്ങനെ കസാഖിസ്ഥാൻ വഴിയില്ല എല്ലാ മോഷണം മുതൽ ഈ കൊള്ളയടിച്ച മുതൽ കൊണ്ടുവരികയും ഇവർ അഫ്ഗാനിസ്ഥാനിലാണ് ഏറ്റവും അധികം കഞ്ചാവ് കൃഷി, കറുപ്പ് തോട്ടങ്ങൾ ഒക്കെ ആ കാലത്ത് 90s ഏറ്റവും വ്യാപക ഹെക്ടർ കണക്കിന് സ്ഥലത്ത് കഞ്ചാവ് കൃഷി, പിന്നെ കറുപ്പ് കൃഷി നടത്തിയിരുന്നത്. എന്തിനാണ് അത് ചെയ്യുന്നത്? ടെറർ ഫണ്ടിങ്ങിന് വേണ്ടിയാണ്. കഞ്ചാവ് വിറ്റിട്ടാണെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇതര മതസ്ഥരുടെ കഴുത്ത് വെട്ടാനുള്ള പണം സ്വരൂപിക്കുക എന്ന ഒറ്റ ലക്ഷ്യമുള്ളവന് ധർമാധർമ്മ ചിന്തയില്ല. അവൻ പ്രസംഗിക്കുന്നതൊന്നും പ്രവർത്തിക്കുന്ന വേറൊന്നുമാണ്. അതാണ് നമ്മുടെ അനുഭവം. എല്ലാവരെയും നോക്കിയിട്ട് മക്കളെ എന്ന് വിളിച്ചിരുന്ന PDPയുടെ മദനയുടെ പണി എന്തായിരുന്നു? ഇന്നിപ്പോ ഒരു രസകര സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇന്നാണെന്ന് തോന്നുന്നു, മാതൃഭൂമി കണ്ടാണ്. നമ്മുടെ വലിയങ്ങാടി പൂരത്തിന് മലപ്പുറം ജില്ലയിൽ ആന അടഞ്ഞത്. അപ്പൊ ഈ ആന ഇടയുന്നു കേൾക്കുമ്പോ ഇസ്ലാമിക സമുദായം ആനയും നമ്മൾ എന്താ ബന്ധം? ഈ ആനയെ കൊണ്ടുവരുന്ന വിഭാഗം എന്ന് പറഞ്ഞാൽ ഈ ജാറം പൂജിക്കുന്ന സുന്നികളാണ്. ഈ ഇടയിപ്പിക്കുന്ന ആരാന്നറിയോ? ഈ മുജാഹിദുകളാണ്. അവർ ആനയുടെ കണ്ണിലേക്ക് ഈ ലേസറിലേക്ക് അടിക്കും, അല്ലെങ്കിൽ പിന്നെ എവിടെയെങ്കിലും പിടിച്ച് ഉപദ്രവിക്കും. അപ്പൊ ആന ഇടയും. അതാണ് പരിപാടി. ഇന്ന് ആള് ചത്തോന്നറിയില്ല,
ആന അടഞ്ഞിട്ടുണ്ടെന്ന്. അപ്പൊ ഇതൊക്കെ സ്ഥിരം പരിപാടിയാണ്. കേരളത്തിൽ നടക്കുന്ന ആഭാസകരമായ പോലീസ് എന്ന് പറയുന്ന പിന്നെ വെറും വെള്ളരിപ്പ നാടകം കളിക്കുന്ന ആളുകളെ കൊണ്ടുള്ള യൂസ്ലെസ് പോലീസിനെ കൊണ്ടുവന്ന കുഴപ്പമാണിത്. എല്ലാ വർഷവും അങ്ങാടി നിറച്ച് ആനയെ കൊണ്ടുവരുമ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സുന്നികൾ എന്ന് പറയുന്ന വിധി വിഭാഗം അവർക്കൊന്നും അറിഞ്ഞൂടാ. അവർ പാരമ്പര്യവാദികളാണ്. അവർ ഈ ജാറം പൂജകരാണ്. ഈ ജാറം പൂജ നടക്കുന്നത് മറ്റൊരു പക്ഷമല്ല, അത് അനിസ്ലാമികമാണ് അവരുടെ പക്ഷം. അപ്പൊ അവരെന്ത് ചെയ്യണം? അവിടെ കൊണ്ടിരുന്ന ആനയുടെ കണ്ണിലേക്ക് ലേസർ ടോർച്ച് അടിക്കുക. ആര് പറഞ്ഞിട്ടാണ് ഈ ടോർച്ച് അടിക്കുന്നത്? 1993 1993 മദനയുടെ പ്രസംഗം ഉണ്ട്. എന്താണ്? മക്കളെ, നിങ്ങൾ ഈ ഹിന്ദുക്കളും കാഫര്യങ്ങളും ചെയ്യുന്നവർ ആനയെ കൊണ്ടുവന്നാൽ അതിനെ ഓടിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അത് ആ മദന എന്ന ഗുരുവിന്റെ വാക്കുകളും ചിന്താഗതി ഇന്നും പാലിക്കുന്നവരാണ്. ഒരു മിണ്ടാപ്രാണിയാണ് അതിന്റെ കണ്ണിൽ ടോർച്ച് അടിക്കരുത് ചിന്ത അവർക്കില്ല. എന്ന് വെച്ചാൽ മതം വരുമ്പോൾ ഏറ്റവും അന്ധമായി പെരുമാറുന്ന ഈ ലോകത്ത് ബഹുസ്വരമായി പ്ലൂറലിസ്റ്റിക് സൊസൈറ്റിയിൽ ഒരിക്കലും ജീവിക്കാൻ യാതൊരു അർഹതയും യോഗ്യതയും ഇല്ലാത്ത ഒരു സമൂഹമായി ഇസ്ലാം അതിവേഗം അധപ്പതിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള ഫണ്ട് അവർക്ക് നിസ്സാരമായിട്ട് കിട്ടും. എങ്ങനെ കിട്ടും? ഏതെങ്കിലും സിനിമാ നടനെ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇതുപോലെ വലിയ മുതലാളിമാരെ കൊണ്ടോ ഒരൊറ്റ വാക്ക് പറയിപ്പിച്ചാൽ ചിന്തിക്കുന്നതിന് മുമ്പ് ഇപ്പൊ ഞാൻ ഇന്നൊരുത്തിനെ അറസ്റ്റ് ചെയ്തല്ലോ. എന്താണ്? നമ്മുടെ ഹിന്ദു നമ്മുടെ ഇതിഹാസത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്യാരക്ടറായ കുന്തി ദേവിയെ ഒരു നടിയുടെ പിൻഭാഗമായി ഉപമിച്ച് പറഞ്ഞ ആഭാസനെതിരെ ഒരു വാക്ക് പറയാൻ ഇവിടെ ഒരൊറ്റ ഹിന്ദു നേതാവില്ല. അനിൽജി, ഹണി റോസിനെതിരെ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു. ഇതേ ബോബി ചെമ്മണ്ണൂര് എത്ര കോടിയാണ് അവിടെ ഒരു കൾപ്രിറ്റിനെ രക്ഷിക്കാൻ വേണ്ടി, ഒരു ഇസ്ലാമിക കൾപ്രിറ്റിനെ രക്ഷിക്കാൻ വേണ്ടി കൊടുത്തത്? അപ്പൊ ഇത് ബോബി ചെമ്മണ്ണൂർ പോലും ഒരു പക്ഷേ ഈ പണം കൊടുത്തിട്ടുണ്ടാവുമെങ്കിലോ നമുക്കറിയാൻ പറ്റുമോ? ഒരു കോടിയിലധികം പൈസ കൊടുത്തില്ലേ? അയാളുടെ ഉദ്ദേശം സ്വർണ്ണ കച്ചവടമാണ്. അപ്പൊ കച്ചവടം വരുമ്പോൾ അവനെ സംബന്ധിച്ച് എല്ലാ ധാർമ്മികതയും കാറ്റിൽ പറത്തുകയാണ്. അവന്റെ അമ്മയോടോ അവന്റെ പെങ്ങളോടോ അവൻ പറയാത്ത ഭാഷ നാട്ടുകാരോട് അവൻ പറയുകയാണ്. പണത്തിന്റെ പേരിൽ മാത്രം നിൽക്കുന്ന ആളുകളെ കൊണ്ടാണ് ജിഹാദും വളരുന്നത്, യാതൊരു ധാർമ്മികതയും ഇല്ലാത്തവരെ കൊണ്ട്. കുന്തി ദേവിയെ പറ്റിയിട്ട് അവൻ പറഞ്ഞ വാക്ക് എന്താണെന്ന് അങ്ങേക്ക് അറിയാലോ. കുന്തി ദേവിയെ ഉപമിച്ചുകൊണ്ടാണ് അവൻ പറഞ്ഞത്. അവൻ കന്യാമരത്തിന് എന്താ ഈ പറഞ്ഞ സാധനമില്ലേ പുറകില്? അവൻ അതെന്താ പറയാത്തത്? അവന്റെ മതത്തെ സംരക്ഷിച്ചുകൊണ്ട് മറ്റു മതങ്ങളുടെ ബിംബങ്ങളെ എടുത്ത് ഉപയോഗിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള പരമനാറികളെ, പരമ ആഭാസന്മാരെ വളർത്തുന്നതിൽ മീഡിയക്ക് വലിയ പങ്കുണ്ട്. ഒരു സംശയമില്ലാക്കരുത്. ഇങ്ങനത്തെ ആളുകളാണ് ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മറ്റേ ഇവൻ ഫണ്ട് പിരിച്ച വ്യക്തി അവിടെ ഒരു കൾപ്രിറ്റ് തന്നെയാണ്, ഒരു കുറ്റവാളിയാണ്. അവനെ രക്ഷിക്കാൻ വേണ്ടി മിനിറ്റുകൾക്കുള്ളിൽ ബോച്ചെ 1 കോടി ഇടുകയാണ്. അപ്പൊ ബാക്കി എല്ലാവരും ബോച്ചയെ തീരുമാനമാവില്ല. ഗാന്ധിയന്മാരാണ് എല്ലാവരും. ഗാന്ധി പുറത്തു വരുമ്പോൾ അകത്ത് കിടക്കുന്നത് പുറത്തു വരും. പണമില്ലാത്തവരാണ് ഇവിടെ. പണമില്ലാത്തവന് ബുദ്ധിയും വിവേകവും ഉണ്ടായാൽ അവൻ ജയിലിലാവുകയും പണമുള്ളവൻ എന്ത് വിവേകശൂന്യത കാണിച്ചാലും അവൻ പുറത്ത് വിലസം ചെയ്യുന്ന ആളല്ലേ ഇത്. അപ്പൊ ഇവിടുത്തെ പോലീസിനെ കൊണ്ട് ഇതിലൊന്നും സാധിക്കില്ല. ഞാൻ പറഞ്ഞത് മൊത്തം പറയുകയാണ്. ടെറർ ഫണ്ടിൽ കത്തോലിക്കനായ ബോബി ചെമ്മണ്ണൂർ പോലും എങ്ങനെ അറിയാതെയോ അറിഞ്ഞോ ജോയിൻ ചെയ്യുന്ന അറിയാമോ? ഈ ആസനത്തിൽ കൊണ്ടുവരുന്ന സ്വർണവും അങ്ങോട്ട് കൊടുക്കുന്ന 1 കോടിയും നമ്മൾ ബന്ധമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായി.